അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് നാളെ ലിസാനുൽ ഖുർആനാണ് പരീക്ഷ. ആദ്യത്തെ 3 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒന്നാമത്തെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത് ഇൻതഹൽ ഇംതിഹാനു സനവിയു. അതിൻ്റെ അർത്ഥം എഴുതാനാണ്. എന്താ അർത്ഥം? വാർഷിക പരീക്ഷ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് വാർഷിക പരീക്ഷ അവസാനിച്ചു എന്ന് മലയാളം തന്നിട്ട് അറബി എഴുതാനും വരും. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്? ഇൻതഹൽ ഇംതിഹാനു സനവിയു, വാർഷിക പരീക്ഷ അവസാനിച്ചു. അതേപോലെ കാണാതെ പഠിക്കേണ്ട മറ്റൊന്നാണ് വസ്സഅലബ ഫിൽ അഖ്ഫാസ്. വസ്സഅലബ ഫിൽ അഖ്ഫാസ് എന്താണ്? കുറുക്കൻ കൂടുകളിലാണ്. അതിപ്പോ അപ്പൊ അതിന്റെ അർത്ഥം നോക്കുക. പിന്നെ ഈ പാഠത്തിൽ പഠിക്കേണ്ട കാര്യം ഇതാ, ഈ പാഠത്തു നിന്ന് ചോദ്യം വരുന്നൊക്കെ ഇവിടുന്നാണ്. എവിടുന്ന്? ഈ കൊടുത്തിട്ടുണ്ട ഈ 6 ഇത്രയും വരികളുണ്ടല്ലോ, ഈ വരികളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഒന്നാമത്തെ ചോദ്യം ദഹബ സിനാനുൻ ഡാസ് സിയാറത്തിൽ ഹദീഖ. അപ്പോൾ ഇവിടെ ഏത് അക്ഷരം കൊടുക്കണം നമ്മൾ പഠിക്കേണ്ടത്? എന്താ അക്ഷരം കൊടുക്കേണ്ടത്? ലി സിയാറത്തി. അങ്ങനെ ലീന്ന് കിട്ടിയ എങ്ങനെ? അതായത് ലി എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടി എന്നർത്ഥം. അപ്പോൾ ലി സിയാറത്തിൽ ഹദീഖ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം കാണാൻ, വിസിറ്റ് ചെയ്യാൻ വേണ്ടി സിനാന് പോയി. അപ്പൊ ഇത് പ്രധാനപ്പെട്ട വരിയാണ്. രണ്ടാമത്തെ ചോദ്യം കുല്ലുഹ ഡാഷ് അജായിബി ഖൽഖില്ല. എല്ലാം അള്ളാഹുവിന്റെ അത്ഭുതത്തിൽ പെട്ടതാണ്. അപ്പൊ അത്ഭുതത്തിൽ പെട്ടതാണ് എന്ന് പറയാൻ ഏതക്ഷരം കൊടുക്കേണ്ടത്? അത്ഭുതം എന്നുള്ളതിന് അജായിബ് എന്ന് പറയാം. അതിൽ പെട്ടതാണെന്ന് പറയാൻ എന്താ പറയാ? മിൻ എന്നാ പറയാ. മിൻ മിൻ. ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണെന്ന് പറയുകയാണെങ്കിൽ മിൻ പഠിക്കുന്ന കൂട്ടത്തിൽ, അങ്ങനെയാണ് പറയാം. മിന്നാണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? അതേപോലെ പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യമാണ് ഫഹിംത അൽ ഹയവാനാത്ത്. ഇവിടെ ഏതക്ഷരം കൊണ്ട്? അൻ. അൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്നർത്ഥം. അപ്പോൾ ഫഹിംത അനിൽ ഹയവാനാത്ത്, ജീവികളെ കുറിച്ച് നീ മനസ്സിലാക്കി. അടുത്തത് ഫീ. പിന്നെ നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. ഫീ എന്ന് പറഞ്ഞാൽ എന്താ? ഇൽ. അപ്പോൾ അൽ അസദു ഫിൽ ഹദീഖ എന്ന് പറഞ്ഞാൽ അസദ്, സിംഹം എവിടെയാണ്? പൂന്തോട്ടത്തിലാണ്. മറ്റൊന്ന് വന്നാൽ ഡേഷ് അഷ്ഷജറത്തി ബബ്ഗാഉൻ. എന്താണ്? അലഷജറത്തി ബബ്ഗാഉൻ. അതും കുറെ കുട്ടികൾക്ക് കിട്ടും. പിന്നെ ഇവിടെ ബയ്യനൽ വാലിദു ഡേഷ് അൽ ഹയവാനാത്തി. ഉപ്പ വിശദീകരിച്ചു കൊടുത്തു. എന്തിനെ കുറിച്ച്? കുറിച്ച് എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? അനി എന്നാ ഉപയോഗിക്കുക. അനി. അപ്പൊ അനിൽ ഹയവാനാത്ത്. അപ്പൊ നമ്മൾ ഈ ഉദാഹരണത്തിൽ വരുന്ന ഈ അക്ഷരങ്ങൾ മാത്രം നോക്കുക. ഒന്ന് ലി. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി. ക എന്ന് പറഞ്ഞാൽ പോലെ. അസ്സഅലബു കൽ കൽബി എന്ന് പറഞ്ഞാൽ നായ പോലെ, കുറുക്കൻ നായ പോലെ. മിൻ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ്. അൻ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച്. ഫി എന്ന് പറഞ്ഞാൽ അതിൽ. അല എന്ന് പറഞ്ഞാൽ മേൽ. അപ്പൊ അലൽ അഷ്ജാരി പറഞ്ഞാൽ മരത്തിന്റെ മുകളിൽ. പിന്നെ ഇബ്നിഹി എന്ന് പറഞ്ഞാൽ മകന് വേണ്ടി, മകന് വേണ്ടി. കൽ ഗനമി എന്ന് പറഞ്ഞാൽ ആട് പോലെ. മിനൽ ഹൗലി പറഞ്ഞാൽ ഹൗലിൽ നിന്ന്. അനിൽ ഹയവാനാത്ത് പറഞ്ഞാൽ അതിനെ കുറിച്ച്. ഫിൽ ഖഫസി ഖഫസിൽ, അങ്ങനെ കൂട്ടിൽ. അലഷജറത്തി, അങ്ങനെ. അപ്പൊ നോക്കുക, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക. നിങ്ങളോട് അക്ഷരം ചേർത്ത് കൊടുക്കാനാ വരിക. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം ഓർമ്മ വേണം. അതേപോലെ തന്നെ പിന്നെ അവിടുത്തെ അക്ഷരത്തിന്റെ അർത്ഥവും നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്നാലേ എന്താകുള്ളൂ? ഉത്തരം ശരിയാവുള്ളൂ. ഇനി ഇവിടെ നോക്കുക. ഇവിടുന്ന് പരീക്ഷക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ വരാൻ സാധ്യത ഉണ്ട്. അൽഹംദു ലില്ലാഹി. അതൊന്നും വരില്ല, അത് വളരെ സിമ്പിൾ ആണ്. ഇനി ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? കാ ഉണ്ട്, ഫീ ഉണ്ട്, മിന്നുണ്ട്, അന്നുണ്ട്, അലുണ്ട്. അപ്പോ അവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ അപ്പൊ നമ്മൾ ഇതിന്റെ അർത്ഥം നമുക്ക് അറിയണം. റജഅദ് ദാരിസു അൽ മദ്രസത്തി. അപ്പോ റജ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. മദ്രസയിൽ നിന്ന് മടങ്ങി എന്നായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് എന്നുള്ളതിന് എന്താ ഉപയോഗിക്കാം? മിൻ. അപ്പൊ മിനൽ മദ്രസത്തി. പിന്നെ റളിയല്ലാഹു അൻ ആഹിലിൽ ബാദിരി. കേട്ടില്ലേ മൗലൂദില്? റളിയല്ലാഹു അൻ എന്ന് പറയാം. അൻ. അപ്പൊ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? അൻ അഹ്ലിൽ ബദരി. അൻ. മനസ്സിലായല്ലോ? പിന്നെ ഫിസ്സല്ലത്തി മാഞ്ചൊക്കെ എല്ലാവർക്കും കിട്ടും. അത് ഫീ എന്നാണ്. നമ്മൾ പിന്നെ 3ാം ക്ലാസ്സിൽ നിന്നും 2ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ അന്തൽ ഉസ്താദി. എന്താ അർത്ഥം? അന്തക്കൽ ഉസ്താദി, നീ ഉസ്താദിനെ പോലെ ഉണ്ട്.
പിന്നെ അത്വആമു അൽ മാഇദത്തി, എന്താ വേണ്ടി? അത്വആമു ഫിൽ മാഇദത്തി. ഖറഇന അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ. അപ്പൊ ഈ അക്ഷരങ്ങളുടെ അർത്ഥങ്ങളെങ്കിലും നിങ്ങൾ മര്യാദക്ക് പഠിക്കുക. ക എന്ന് പറഞ്ഞാൽ പോലെയാണ്, അത് ഓർത്ത് വെച്ച് പഠിക്കുക, ഓർത്തു വെക്കുക. ക എന്ന് പറഞ്ഞാൽ പോലെ പോലെ പോലെ. ലീ ലീ വേണ്ടി വേണ്ടി വേണ്ടി. ഫി ഫി ഫി. ഇൽ ഇൽ ഇൽ. മിൻ മിൻ അതിൽ നിന്ന്. അൻ അതിനെക്കുറിച്ച്. അല മേലെ. അല എല്ലാവർക്കും എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി എല്ലാം കൂടി ഞാൻ നോക്കുന്നില്ല, എല്ലാം വരാനും സാധ്യതയില്ല. പിന്നെ 1-2 വരുള്ളൂ. ഇനി നമ്മൾ നോക്കുക, ഒരു പക്ഷേ ഈ പാട്ട് വന്നേക്കാം. അന്താ തതുലു ബൈനനാ ഫിൽ കവാകിബി കൽബൂദൂർ. അപ്പൊ ഇത് പൂരിപ്പിക്കാൻ വന്നേക്കാം. അതുപോലെ തറദ്ദാലി മൗലൂദ്, ഇത് വരാൻ സാധ്യതയില്ല. ഇതെന്തായാലും വരാൻ സാധ്യത ഉണ്ട്. അന്താ തതുലു, ഇത് പൂരിപ്പിക്കാം. ഫിൽ കവാകിബി കൽബൂദൂർ. ഇനി ഇത് ഞാൻ 100% ഗ്യാരണ്ടി പറഞ്ഞു, ഇത് എന്തായാലും വരും. ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തലവെട്ട. അത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഇത് വരും, ഉറപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കന്നെ വേണം. എങ്ങനെ? അതായത് ജംഅ് പഠിക്കുക. അതെന്താണ്? ഹയവാൻ പറഞ്ഞ ഒരു ജീവി, കുറേ ജീവികൾക്ക് ഹയവാനാത്ത്. അപ്പൊ ഹയവാൻ ഹയവാനാത്ത്, ഹയവാൻ ഹയവാനാത്ത്. കഫസ് അഖഫസ്, കഫസ് പറഞ്ഞ കൂട്, അഖഫസ് പറഞ്ഞ കൂടുകൾ. ത്വയ്റ് പക്ഷി, തുയൂറ് പക്ഷികൾ. ഷജർ മരം, അഷ്ജാർ മരങ്ങൾ. ഇബിന് മോന്, അബിനാവ് മക്കൾ. ഹദീഖത്ത് തോട്ടം, ഹദായിക്ക് തോട്ടങ്ങൾ. അപ്പൊ ഇതിങ്ങനെ ചൊല്ലിപ്പടിക്കാനെ. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് തരും, ഇത് തന്നിട്ട് ഇത് എഴുതാനുണ്ടാവും. ഇനി അത് തന്നിട്ട് ഇത് എഴുതാനും വരാം. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഇത് ഇത്രയും കാലം എങ്ങനെ വന്നിട്ടുള്ളൂ? ഇത് തന്നിട്ട് ഇത് എഴുതാനേ വന്നിട്ടുള്ളൂ. ഇനി ഈ പരീക്ഷ വെറൈറ്റി ആക്കിയിട്ട് അങ്ങനെ വന്നാലും വരാം. ഏതായാലും നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെ? ഹയവാൻ ഹയവാനാത്ത്, ഹയവാൻ ഹയവാനാത്ത്. കഫസ് അഖഫസ്, കഫസ് അഖഫസ്. ത്വയ്റ് തുയൂറ്, ത്വയ്റ് തുയൂറ്. ഷജർ അഷ്ജാർ, ഷജർ അഷ്ജാർ. ഇബ്ന് അബ്നാ ഹദീഖത്ത് ഹദായിക്ക്. ഇനി ഉണ്ടല്ലോ, ഇത് നമ്മൾ പരീക്ഷയ്ക്ക് വരാറില്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇന്നത്തെ ഇന്നത്തെ 5ാം ക്ലാസ്സിൽ ലിസാൻ ഖുർആനിൽ ഇതുപോലെ ആയത്ത് തന്നതിൽ നിന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ വരാം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താനാ പറയാം. അതായത് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ പറഞ്ഞാൽ ഇതാണ്: കാഫ്, ലാമ്, ഫാ, മീൻ, അന്നില, അല. ഇത്രയും അക്ഷരങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാനാ പറയാം. അപ്പൊ ഇതിലുണ്ടോ അനിൻ ഇല്ലത്? ഉണ്ടോ? ഉണ്ട്. ഇത് അനി കണ്ടോ. വലാ യഹ്ലു അലാ ത്വാമിൽ മിസ്കിൻ ഉണ്ട്, അല ഉണ്ട്. പിന്നെ അല്ലദി യുവസ്വിസു ഫീ സുദൂരി, ഫീ ഉണ്ട്. പിന്നെ ഫസല്ലി ലി റബ്ബിക, ലി ഉണ്ട്. കൽ ഫറാഷി, കാണ്ട്. കൽ ഐഹിനി, കാണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ എഴുതാനാ വരിക. ഇതുവരെ വന്നിട്ടില്ല, വന്നേക്കാം. കാരണം ഈ വർഷത്തെ 5ാം ക്ലാസ്സിൽ ചോദ്യ പേപ്പർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅത. ഇത് എന്താണ് മലയാളത്തിലാക്കാൻ? ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ എന്താ അർത്ഥം? ഹാമിദ് നിപുണനായ വിദ്യാർത്ഥിയാണ്, കൃഷിയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅത. പഠിച്ചു വെച്ചോ, മലയാളം എഴുതാൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാളം തന്നിട്ട് അറബി എഴുതാനും പറയും. അപ്പൊ രണ്ടും പഠിക്കുക. ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅത. ഇനി പിന്നെ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് നമ്മുടെ മുതാരിയായ ഫീലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെന്ത് ചെയ്യണം? എഴുതാൻ വരും. യദ്ഹബു ഡാഷ് യദ്ഹബൂന. അപ്പൊ എന്താണ്? യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. ഇതിങ്ങനെ തന്നെ ചൊല്ലിപ്പടിക്കണം, വേറൊരു രക്ഷയില്ല. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബിന. യദ്റുസു യദ്റുസാനി യദ്റുസൂന, തദ്റുസു തദ്റുസാനി യദ്റുസുന. ഇതെന്താ സംഭവം? ഇതിങ്ങനെ ഓരോ അർത്ഥങ്ങളാണ്. അതായത് യദ്ഹബു പറഞ്ഞാൽ അവനൊരാൾ പോകുന്നതാണ്. യദ്ഹബാനി പറഞ്ഞാൽ അവർ 2 ആൾ പോകും. അപ്പൊ 2 ആൾ പോകുന്നുള്ളതിന് നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ മലയാളത്തിലാണെങ്കിൽ 2 ആൾ പോകുന്ന പറയാം. പക്ഷെ അറബിയിൽ ഒറ്റ വാക്കാണ് യദ്ഹബാനി. യദ്ഹബൂന എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ആളുകൾ പോകും. തദ്ഹബു എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീ പോകും. തദ്ഹബാനി അവർ 2 സ്ത്രീകൾ പോകും. യദ്ഹബിന കുറെ സ്ത്രീകൾ പോകും. ഇവിടെ ആനി എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ 2 ആളായിരിക്കും. അത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ആനി എന്ന് പറഞ്ഞിടത്തൊക്കെ 2 ആളായിരിക്കും. യദുറുസാനി, യദ്ഹബാനി, തദ്ഹബാനി. പിന്നെ ആണും പെണ്ണും നോക്കാൻ തുടക്കത്തിൽ യാ ആണെങ്കിൽ ആണും, തുടക്കത്തിൽ താ ആണെങ്കിൽ പെണ്ണും. ഓക്കെ, അതാണ് അങ്ങനെ മനസ്സിലാക്കുക. ഇനി നോക്കുക, നിങ്ങൾക്ക് ഇവിടെ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് ഡാഷ് എർജിയാനി എർജുന. അപ്പൊ ഇവിടെ അത് കൊടുക്കേണ്ടത് എർജിയോ. ഒന്നാമത്തെ വരി ഫുള്ളി യാ കൊണ്ടായിരിക്കും തുടങ്ങുക. എർജു എർജിയാനി എർജുന. കണ്ടോ? യദ്ഹബു യദ്ഹബാനി യദ്ഹബ. കട. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വരി താവ് കൊണ്ട് കൊടുക്കുക. തെർജു തെർജിയാനി എർജിഅന. ഇവിടെ യാ ആയിട്ടായിരിക്കണോ? രണ്ടാമത്തെ വരി ലാസ്റ്റ് യാ ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എങ്ങനെ വരും? യുഹിബ്ബു യുഹിബ്ബാനി യുഹിബ്ബുന, തൊഹിബു തൊഹിബാബി തൊഹിബാനി യുഹിബ്ബുബിന. അങ്ങനെ വരും. യൽഅബു യൽഅബാനി യൽഅബുന, തൊൽഅബു തൊൽഅബാനി യൽഅബിന. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയും പഠിക്കണം. നിങ്ങൾ ഏത് ചോദ്യം വന്നാലും എഴുതും. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. അപ്പൊ നിങ്ങളോട് തൽഅബു ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. യൽഅബു യൽഅബാനി യൽഅബുന, തൽഅബു തൽഅബാനി യൽഅബിന. ഇനി അതും അറിയില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. യഫ്അലു യഫ്അലാനി യഫ്അലുന, തഫ്അലു തഫ്അലാനി യഫ്അൽന. ഓക്കെ,
ഇനി ഒക്കെ വേറെ ചോദ്യങ്ങൾ ഇതാ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലിസാനുൽ ഖുർആനിൽ ചോദ്യോത്തര സെഷൻ തദ്രീബാത്ത് ഉണ്ടല്ലോ, അവിടെ തന്നെ ചോദ്യം വരുള്ളൂ. നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട, ചോദ്യങ്ങൾ ഫുൾ ഈ ഭാഗത്തു നിന്നായിരിക്കും. നമുക്ക് നാളെ പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യമൊക്കെ ഇവിടെ നമ്മളെ കയ്യിലുണ്ട്, ഇവിടെ ഉണ്ട്. ചോദ്യം ഉറപ്പാണ്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളെ വരുള്ളൂ, വേറെ പുറത്തുനിന്നൊന്നും ഒരു ചോദ്യം വരില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ വൃത്തിക്ക് മര്യാദക്ക് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ലിസാൻ 50 മാർക്കും വാങ്ങാം. നോക്കൂ, അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി എന്നാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? യദ്ഹബു യസ്റഉ തദ്ഹബു. അർത്ഥം അറിയണേ നമുക്ക്. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുക എന്നാണ്, യസ്റഉ പറഞ്ഞാൽ കൃഷി ചെയ്യാണ്. അപ്പോൾ ഉസ്താദ് മദ്രസിൽ കൃഷി ചെയ്യാന്ന് പറയില്ലല്ലോ, പിന്നെന്താ പറയാ, ഉസ്താദ് മദ്രസിലേക്ക് പോകുക എന്നാണ്. അപ്പോൾ അവിടെ യദ്ഹബു ആണുള്ളത്, പക്ഷേ ഈ തദ്ഹബു ഉണ്ട്. രണ്ടും പോകുക എന്ന് തന്നെ അർത്ഥം, പക്ഷേ വ്യത്യാസമുണ്ട്. എന്താ, ആണുങ്ങളാണ് യദ്ഹബു എന്നും പെണ്ണുങ്ങളാണ് തദ്ഹബു എന്നും. ഉസ്താദ് ആണാ പെണ്ണാ? ആണാണ്, അപ്പൊ യദ്ഹബു എന്നാ കൊടുക്കുക. അപ്പൊ ഉസ്താദ് യദ്ഹബു ഇലൽ മദ്രസത്തി. മനസ്സിലായില്ലേ? ട്രിക്കൊക്കെ മനസ്സിലായില്ലേ? ഓരോന്നിനും ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അടുത്ത് അൽ ബിന്താനി ഡാഷ് അലൽ മഖഅദി. അൽ ബിന്താനി ഡാഷ് അലൽ മഖഅദി. ഞാൻ പറഞ്ഞില്ലേ ആനി ഉണ്ട്, ആനി ഉണ്ടെങ്കിൽ രണ്ടാളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അൽ ബിന്താനി അലൽ മഖഅദി ആകുമ്പോൾ രണ്ടാളുണ്ട്. ഇനി ഇതിൽ രണ്ടാളുള്ള ഏതാ നോക്കുക. ഇതിലെവിടെ ആണിയുള്ള വരും നോക്കുക. തജിലിസു തജിലിസാനി യജിലിസാനി. ആണ്ട രണ്ടാണിയുള്ള ഇവിടെ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ നോക്കണ്ട ആണാണോ പെണ്ണാണോ നോക്കുക. ഇതാരാ? ബിന്തല്ലേ. ബിന്ത് പറഞ്ഞ മോളല്ലേ, പെണ്ണല്ലേ. അപ്പൊ പെണ്ണിന് ഇവിടെ താഴുള്ള ഏതാ നോക്കുക. ഇത് രണ്ടേ പറ്റുള്ളൂ, ഇതെന്തായാലും പറ്റൂല. അപ്പൊ തജിലിസാനിയാണ്. അപ്പൊ ഇത് എടുക്കുക. എന്താ എടുക്കാൻ കാരണം മനസ്സിലായില്ലേ? ഞാൻ സ്പീഡ് പറഞ്ഞോണ്ട് ആർക്കും മനസ്സിലാവാതെ പോരുത്. ഇതെന്താണ്? ഇതിൽ ആനില്ല, ഇതിൽ ആനി ഉണ്ട്. കണ്ടില്ലേ? ആനി ഉണ്ടാവുമ്പോൾ ഇതിൽ ആനി ഉള്ളതേ എടുക്കാൻ പാടുള്ളൂ. അടുത്ത ത്വാലിബാനി ആണി ഉണ്ടല്ലോ, വേഗം നോക്കിയാട്ടെ. യദുർസാനി തദുർസാനി യദുർസു. ഇത് പോട്ടില്ലേ? ഇത് പോവില്ലേ? ഇത് പറ്റൂല ഉറപ്പിച്ചില്ലേ? അടുത്ത് യദുർസാനി തദുർസാനി നോക്കിക്കോ. ത്വാലിബാനി ആണാ പെണ്ണാ? ത്വാലിബാനി പറഞ്ഞ 2 വിദ്യാർത്ഥികൾ എന്നാണ്, ആൺകുട്ടികളാണ്. അപ്പോൾ യദുർസാനി. ഓക്കെ. അൽ വാലിദത്തു ആനില്ലല്ലോ, ആനില്ല ഉറപ്പായി. ഇനി അൽ വാലിദത്തു എന്ന് പറയുമ്പോൾ അവസാനം താഴുണ്ട്, പെണ്ണാണ്. ഇനി നോക്കുക, ഇവിടെ താഴുള്ള ഏതാ നോക്കുക. തദ്ഹബു യത്ബഹു തത്ബഹു. അപ്പൊ താഴുള്ള 2 ഉണ്ട്, തദ്ഹബു ഉണ്ട് തത്ബഹു ഉണ്ട്. ഇനി നമ്മൾ നോക്കണം, അർത്ഥം നോക്കണം. അൽ വാലിദത്തു അൽ ഇദാമ. ഇദാമ കറിയാണ്. അപ്പൊ കറി എന്താണ്? ഉമ്മ കറി ഉണ്ടാക്കാന്നായിരിക്കും പറയണത്. അപ്പൊ എന്താ പറയാ, തദ്ഹബു എന്ന് പറയാൻ പറ്റുമോ? തദ്ഹബു പറഞ്ഞാൽ പോവുക എന്നാണ്. ഉമ്മ കറി പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താണ്? തത്ബഹു എന്നാണ്. തത്ബഹു പറഞ്ഞാൽ എന്താ? വെക്കുക, വേവിക്കുക. അടുത്ത് അരിജാലു ബിൽ കുറത്തി. അരിജാലു ഡാഷ് ബിൽ കുറത്തി. അരിജാലു പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? പുരുഷന്മാര് എന്താണ്? കളിക്കുന്നു എന്നാണ്. അപ്പൊ പുരുഷന്മാർ പറഞ്ഞാൽ ഒരു പുരുഷനല്ല, 2 അല്ല, കുറെ പുരുഷന്മാരാ. അപ്പോൾ ആനിയൊന്നും വരാൻ പറ്റൂല, അത് ഓർത്ത് വെച്ചോളൂ. ആനിയൊന്നും ഉണ്ടാവൂലേ. എൽ അബാനി തെൽ അബാനി ഒന്നും പറ്റൂല, കാരണം എന്താ? 2 ആളല്ല. അപ്പൊ പിന്നെ എന്താ പറയുക? എൽ അബൂന. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അപ്പൊ റിജാലു എൽ അബൂന ബിൽ ഖുറത്തി. അപ്പൊ ഊന എന്ന് പറയുന്നവർക്കൊക്കെ എന്തായിരിക്കും? കുറെ ആളുണ്ടാവും കേട്ടോ. അൽ ബനാത്തു. ബനാത്ത് പറഞ്ഞ പെൺകുട്ടികളാണ്, പെൺകുട്ടികൾ. 2 ആളല്ല, ഒരാളല്ല, കുറെ ആളാണ്. ശ്രദ്ധിച്ചോ. യഖ്റഊന തഖ്റആനി. ആനി വരൂലല്ലോ, വരൂല. ഊന എപ്പോഴാ വരിക? കുറെ ആണുങ്ങൾ ഉണ്ടാവുമ്പോൾ ഊന എന്ന് വരിക കേട്ടോ. ഇവിടെ കുറെ പെണ്ണുങ്ങളാണ്, അപ്പൊ എന്ന് വരിക. അപ്പൊ യഖ്റഇന. ഓക്കെ, സെറ്റ് അല്ലേ? ഇതിൽ പരീക്ഷയ്ക്ക് വന്നതാണ് ഇത്. ബനാത്തിന്റെ വന്നിട്ടുണ്ട്, റിജാലിന്റെ വന്നിട്ടുണ്ട്, ത്വാലിബാനി വന്നിട്ടുണ്ട്, ബിന്ദാനി വന്നിട്ട്, ഉസ്താദ് വന്നിട്ടുണ്ട്. വരും. ഓക്കെ. അടുത്ത് ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എഫ് അലി എഫ് അലാനി എഫ് അലുന തഫല് തഫലാനി എഫ് അല്ല പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ ചൊല്ലി പഠിക്കുക. എഫ് അലി എഫ് അലാനി എഫ് അലുന തഫല് തഫലാനി എഫ് അല്ല. ഇന്ന് രാത്രി ചൊല്ലുക, നാളെ രാവിലെ സുബൈക്ക് എണീറ്റിട്ട് സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ചൊല്ലി വെക്കുക. എഫ് അലി എഫ് അലാനി എഫ് അലുന തഫല് തഫലാനി എഫ് അല്ല. പിന്നെ ഇത് എന്തായാലും വരും. അതായത് എന്താണ്? മലയാളം തന്നിട്ട് അറബി എഴുതാനും, അറബി എഴുതാനും മലയാളം തന്നാനൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് നിങ്ങൾക്ക് ചോദ്യത്തിൽ എങ്ങനെയും വരാം. ഒന്നില്ലെങ്കിൽ ഇത് തന്നിട്ട് ഇത് എഴുതാനോ, ഇത് തന്നിട്ട് ഇത് എഴുതാനോ, രണ്ടും വരാം. നോക്കുക, വിദ്യാർത്ഥി പോകുന്നു. എന്താ പറയാ? അത്വാലിബു യദ്ഹബു. എന്താ പറയാ? വിദ്യാർത്ഥിക്ക് എന്താ പറയാ? ത്വാലിബു. പോകുന്നതിന് എന്താ പറയാ? യദ്ഹബു. അത്വാലിബു യദ്ഹബു. അടുത്ത 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികൾ എന്ന് പറയാം. പെൺകുട്ടികൾ എന്ന് പറയാം. ഒരു പെൺകുട്ടിക്ക് ബിന്ത് എന്ന് പറയാം. അപ്പൊ ആണി കൊടുക്കണം. അപ്പൊ അൽ ബിന്താനി എന്താണ്? കളിക്കുന്നു. കളിക്കണേന് എന്താ പറയാ? യൽ അബു. അപ്പൊ 2 പെൺകുട്ടികളാവുമ്പോ താ വേണം. പെണ്ണല്ലേ, പെണ്ണാവുമ്പോ തുടക്കത്തിൽ താ കൊടുക്കണം. പിന്നെ ആനിം വേണം. അപ്പൊ എന്തായിരിക്കും? തൽ അബാനി. അൽ ബിന്താനി തൽ അബാനി. അടുത്ത പെൺകുട്ടികൾ. അപ്പൊ എന്താ? കുറെ പെൺകുട്ടികൾ. അപ്പൊ എന്താ പറയാ? പെൺകുട്ടികൾ എന്നുള്ള എന്താ പറയാ? ബനാത്ത്. അൽ ബനാത്തു എന്താണ്? ഇർജിഅന, മടങ്ങുന്നു. അടുത്ത 2 ആൺകുട്ടികൾ എഴുതുന്നു. ആൺകുട്ടികൾ എന്നുള്ളതിന് എന്താ പറയാ? 2 ആൺകുട്ടിക്ക് എന്താ പറയാ? ഒരാൺകുട്ടിക്ക് എന്താ പറയാ? വലത്. 2 ആൺകുട്ടിക്കോ? വലദാനി എഴുതുന്നു. എന്താ പറയാ? യക്തുബു. 2 ആൾ എഴുതുമ്പോ യക്തുബാനി. ഓക്കെ. അപ്പൊ അൽ വലദാനി യക്തുബാനി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്യുക.
അടുത്ത് റെഡി ആയിക്കോ കാണാതെ പഠിക്കാൻ റെഡി ആയിക്കോ. മൻസിൽ മനാസിൽ അംർ ഉമൂർ നബാത്ത് നബാത്താത്ത് ഹദറവാത്ത് കാണാതെ പഠിക്കുക. മൻസിൽ മനാസിൽ അംർ ഉമൂർ നബാത്ത് നബാത്താത്ത് ഹദറവാത്ത്. അർത്ഥം നോക്കിക്കോട്ടെ. മൻസിൽ പറഞ്ഞാൽ വീട് കിട്ടാ, അംർ പറഞ്ഞാല് കാര്യം, നബാത്ത് പറഞ്ഞാൽ ചെടി, ഹദറ പറഞ്ഞാൽ പച്ചക്കറി. ഓക്കെ. അടുത്ത് ഉമ്മാന്റെ ഓപ്പോസിറ്റ് അബ്. അപ്പൊ സ്വദീഖത്ത് എന്നുള്ളത് സ്വദീഖ്, ഉഖ്ത് അഹ് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, വന്നേക്കാം. അടുത്ത് യദ്ഹബു. യദ്ഹബുവിന്റെ മാതി എന്താ? ദഹബ. യദ്ഹബു പറഞ്ഞാൽ പോകുന്നു എന്നാണ്, അല്ലെങ്കിൽ പോകും. അപ്പൊ പോയി എന്ന് എന്താ പറയാ? ഈ തുടക്കത്തിൽ യാ കട്ട് ചെയ്യുക. അപ്പൊ ദഹബ. യർജി ആവുമ്പോ റജ. യഗ്രിസ് ആവുമ്പോ ഖറസ, യാ കട്ട് ചെയ്യുക. യൽഅബ് ആവുമ്പോ ലഇബ. തദ്റുസു ആവുമ്പോ ദറസ. യുഹിബ്ബു ആവുമ്പോ അഹബ്ബ. ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഇതൊക്കെ. ഇത് നോട്ട് ചെയ്യട്ടോ. പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്ത് രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ വെറൈറ്റി ചോദ്യം വന്നു. ഒന്ന് ഓപ്പോസിറ്റ് എഴുതാൻ ഉമ്മ, ഇതന്നെ വരുള്ളൂ, പുറത്തുനിന്നൊന്നും വരൂല. ഇവിടെ ചോദിച്ച ചോദ്യം തന്നെ വരുള്ളൂ. ഉമ്മാന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ അബ്, സ്വദീഖത്തിന്റെ ഓപ്പോസിറ്റ് ലാസ്റ്റത്തെ താവ് കട്ടി സ്വദീഖ്, ഉഖ്തിന്റെ ഓപ്പോസിറ്റ് ലാസ്റ്റത്തെ താവ് കട്ടിട്ട് അഹ് എഴുതുക. ഓക്കെ, അത് സെറ്റായില്ലേ? ഇനി ഇവിടെ നോക്കേണ്ടത് എന്താണ്? മാതി എഴുതാനാണ്. യദ്ഹബുവിന്റെ മാതി എഴുതാൻ പറയുമ്പോൾ തുടക്കത്തിൽ യാ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ അക്ഷരത്തിന് ഫത്ത കൊടുക്കുക, ദ കൊടുക്കുക. ദഹബ. അവസാനം ലമ്മുണ്ടാവില്ല, ഒരിക്കലും മാദിക്ക് അവസാനം ലമ്മുണ്ടാവില്ല, ദഹബ എന്നുണ്ടാവുക. ഇർജു റജ, യഗ്രിസു ഖറസ, യൽഅബു ലഇബ, തദ്റുസു ദറസ, യുഹിബ്ബു അഹബ്ബ. അടുത്ത് നോക്കുക. ഇതിന് എന്ത് ചെയ്യണം? മുദാരിയായ ഫീല് കണ്ടെത്തണം. മുദാരിയായ ഫീല് കണ്ടെത്താൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോ. തുടക്കത്തിൽ യാ ഓ താ ഓ ഉണ്ടാവും. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി യുഖീമൂന സ്വലാ. ഇതിൽ അല്ലദീന തുടക്കത്തിൽ യാ ഉണ്ടോ? ബിൽ ഗൈബിലുണ്ടോ? സ്വലാത്തിലുണ്ടോ? ഇല്ല. ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോ. യുഅ്മിനൂന മുദാരിയ ഫീലാണ്, യുഖീമൂന മുദാരിയ ഫീലാണ്. അവിടെ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്. നിങ്ങൾ പറയും ഏതാ? വറഅയ്ത ഉണ്ടോ? ഇല്ല. യദ്ഖുലൂനലുണ്ടല്ലോ, യദ്ഖുലൂനാണ്. അടുത്ത യൗമഇദീൻ. ഈ യാവ് കൂട്ടൂല കേട്ടോ, ഇത് ഫീലല്ല, ഇത് വേറെ എന്തോ സാധനമാണ്. മനസ്സിലായില്ലേ? ഇതിപ്പോ നിങ്ങൾ പഠിക്കാനായിട്ടില്ല, ഇതിപ്പോ നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഇവിടെ കണ്ട തുഹദ്ദിസു അതിലുണ്ട്, പിന്നെ അല്ലദി യുവസ്വിസു കണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇത് ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. രണ്ട് പരീക്ഷ ഇത് രണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുദാരിയ ഫീൽ ഇതിൽ ഏതാണ്? തുഹദ്ദിസു ആണ്. ഇതിൽ യുവസ്വിസു ആണ്, ഇത് യദ്ഖുലൂനാണ്. റെഡി അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ എന്താണ്? മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കാം. ഇവിടെ പഠിക്കാനുള്ള എന്താണ്? അവൽ അവ്വല് മുഹറം, അസാനി സഫർ, അസാലിസ് റബീഉൽ അവ്വല്. നോക്കാം. ഇവിടെ നിങ്ങള് ഇവിടെ വാഹിദി ഇസ്നാൻ ഇതൊന്നും ഞങ്ങൾക്ക് പറയണ്ടെങ്കിൽ ഞാൻ പറയാത്ത നിങ്ങൾ ഇങ്ങോട്ട് ചൊല്ലിത്തരും. വാഹിദി ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത, അതായത് 15 വരെ എണ്ണ നിങ്ങൾക്ക് അറിയണം. അതായത് 1 2 3 4 15 വരെ എല്ലാവർക്കും എണ്ണ അറിയാലോ. അത് അറബിയിൽ എങ്ങനെ എണ്ണ? വാഹിദ് പറഞ്ഞ 1, ഇസ്നാൻ 2, സലാസ 3, അർബ 4, ഹംസ 5, സിത്ത 6, സബ 7, സമാനി 8, സിസ 9, അഷറ 10, അഹദാഷറ, ഇസ്നാഷറ, സലാസാഷറ, അർബാഷറ, ഹംസാഷറ. ഇത് എല്ലാവരും സെറ്റാക്കിയില്ലേ? ഇനി ഇവിടെ പഠിക്കണ അതല്ല കേട്ടോ, ഇത് വ്യത്യാസമുണ്ട്. അതെന്താണെന്നറിയോ? അതായത് ഇവിടെ 1 എന്നാ പറയുന്നത്, 1 2 3. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി എന്ന് പറയില്ലേ? ഓൻ്റെ ഒന്നാമത്തെ സ്കൂളാണ്, അല്ലെങ്കിൽ ഓൻ്റെ ഒന്നാമത്തെ എന്താണ് പുസ്തകമാണ്, രണ്ടാമത്തെ പുസ്തകമാണ്, അല്ലെങ്കിൽ ഓൻ്റെ ഒന്നാമത്തെ പേനയാണ്, അങ്ങനെ നമ്മൾ പറയില്ല. ഈ ഒന്നാമത്തെ എന്നുള്ളതിന് വാഹിദ് എന്ന് പറയാൻ പറ്റൂല. അതാണ് പ്രശ്നം. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പൊ ഒന്നാമത്തെ എന്നുള്ളത് എന്താ പറയാ? അവൽ 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 ഒന്നാമത്തെ, അവൽ ഒന്നാമത്തെ. അപ്പൊ രണ്ടാമത്തെ എന്നുള്ളത് എന്താ പറയാ? അസാനി, അസാലിസ് മൂന്നാമത്തെ, അറാബി നാലാമത്തെ, അർബ പറഞ്ഞാൽ 4, റാബി പറഞ്ഞാൽ നാലാമത്തെ, ഹംസ പറഞ്ഞാൽ 5, ഹാമിസ് പറഞ്ഞാൽ 5-മത്തെ. എല്ലാ അലിഫ് കൊടുക്കല്ലേ? സാദിസ് 6, പിന്നെ സാബി 7, സാമിൻ 8 എന്നല്ല 8-മത്തെ, സോറി, അസാമിനും 8-മത്തെ, അത്താസി 9-മത്തെ, അലാഷർ 10-മത്തെ. അങ്ങനെ നോക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് അസാബി തന്നിട്ട് അർത്ഥം ചെയ്താണ്. ഏതാണ്? 7-മത്തെ. അസാബി 7-മത്തെ. അതേപോലെ സെബ എന്നിട്ട് അർത്ഥം ചെയ്താൽ ഏതാണ്? 7. സെബ പറഞ്ഞാൽ 7 അതൊന്നും ആരും തെറ്റിക്കൂല. അടുത്ത് അത്താസി വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്, എന്താണ്? 9-മത്തെ. അല്ല ഹാദി അഷറ വന്നിട്ടുണ്ട് 11-മത്തെ. അടുത്ത റാബി അഷറ 14-മത്തെ. മനസ്സിലായി? അഹദ അഷറ 11 അത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. സലാഷറ 13, ഹംസാഷറ 15. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് നമ്പർ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. ഇന്ന് രാത്രി നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇത് പൊത്തി പിടിക്കുക. എന്നിട്ട് വാഹിദി ഇസ്നാനി സലാസ അങ്ങനെ എണ്ണുക. എന്നിട്ട് ഇടയ്ക്ക് നിങ്ങൾ തന്നെ ചോദിക്കുക സബ എത്രയാണ് ചോദിക്കുക. അപ്പൊ 7 അങ്ങനെ പറയാം. അതേപോലെ ഇതും അതുപോലെ പഠിക്കുക. 9-മത്തെ എന്ന് പറയാം. അപ്പൊ താസിർ, 10-മത്തെ അൽ ആഷിർ അങ്ങനെ പറയാം. അടുത്ത അൽ അയ്യാമു അഷ്ഹൂർ അൽ അഹമിയ.
ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് വരൂല എന്ന് പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു കഴിഞ്ഞ വർഷം, പക്ഷേ ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് നന്നായി പഠിക്കണം. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ അസ്സാബി വൽ ഇശ്റൂൻ 27 ഏത് മാസം? റജബ്. റജബ് 27 എന്ത് പ്രത്യേകത? മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയി. അതായത് നബി തങ്ങൾ ബുറാക്ക് പറഞ്ഞ ഒരു വാഹനത്തിന് ആകാശമൊക്കെ പോയില്ലേ, ആ ടൂർ പോയില്ലേ, ആ ടൂർ പോയത് ഏത് ദിവസമാണ്? അസ്സാബി വൽ ഇശ്റൂൻ റജബ്. റജബ് 27. എങ്ങനെ പറയാം? അസ്സാബി വൽ ഇശ്റൂൻ, അസ്സാബി വൽ ഇശ്റൂൻ മിഅ്റാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്ത്? യൗമ ബദർ. അസ്സാബി അഷറ റമളാൻ യൗമ ബദർ. റമളാൻ 17 ഏതാണ്? യൗമു ബദർ, യൗമു ബദർ, യൗമു ബദർ, യൗമു ബദർ. ഏതാണ്? അസ്സാബി റമളാൻ, അൽ അസ്സാബി അഷറ റമളാൻ, അസ്സാബി അഷറ റമളാൻ. ഓക്കെ. പിന്നെ അൽ അവ്വൽ ഷവ്വാൽ ഏതാ? ഈദുൽ ഫിത്തർ ആണ്. ഷവ്വാലിൻ പൊന്നമ്പിളി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ, അൽ അവ്വലു ഷവ്വാൽ ഈദുൽ ഫിത്തർ. അത്താസി എന്ന് പറഞ്ഞാൽ ഏതാണ്? അത്താസി ദുൽഹിജ്ജ യൗമു അറഫ. ഇത് രണ്ടും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത്താസി ദുൽഹിജ്ജ യൗമു അറഫ, അത്താസി ദുൽഹിജ്ജ യൗമു അറഫ, അത്താസി ദുൽഹിജ്ജ യൗമു അറഫ. അങ്ങനെ പഠിക്കുക. അൽ ആശിറു ദുൽഹിജ്ജ ഈദുൽ അദ്ഹ. അതായത് ബലി പെരുന്നാൾ ഏത് മാസം ഉണ്ടാവുക എന്നറിയോ? ഡിസംബറാ? അറബി ഇംഗ്ലീഷ് മാസം അല്ലേ ചോദിച്ചാൽ, അറബി മാസം അയക്കണം. അതായത് അറബി മാസത്തിൽ ദുൽഹിജ്ജ മാസത്തിലാണ് എന്തുണ്ടാവുക? ബലി പെരുന്നാൾ ഉണ്ടാവുക. നമ്മളെ വലിയ പെരുന്നാൾ കഴിഞ്ഞില്ല ഇപ്പം അടുത്ത്, ആ വലിയ പെരുന്നാൾ ഏത് മാസം? ദുൽഹിജ്ജ. അതാണ് ഇവിടെ ദുൽഹിജ്ജ. ദുൽഹിജ്ജ എപ്പോഴാണ് ഉണ്ടാവുക? 10 ഉണ്ടാവുക. എന്നും 10? എന്നും 10. ദുൽഹിജ്ജ 10 എപ്പോഴും വലിയ പെരുന്നാൾ ഉണ്ടാവുക, അത് മാറൂല. അപ്പോൾ അൽ ആശിറു ദുൽഹിജ്ജ ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ പറഞ്ഞാൽ വലിയ പെരുന്നാൾ. അപ്പോൾ ഈദുൽ ഫിത്ർ പറഞ്ഞാലോ ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ എപ്പോഴാണ്? അൽ അവ്വലു ഷവ്വാൽ, അൽ അവ്വലു ഷവ്വാൽ. ഇതോ അൽ ആശിറു ദുൽഹിജ്ജ ഈദുൽ അദ്ഹ. ഓക്കെ. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഇത് വന്നാലോ? മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാലോ? എന്താണ്? അസാനി അഷറ റബിയുൽ അവ്വൽ, അസാനി അഷറ റബിയുൽ അവ്വൽ. പഠിച്ചു വെക്കട്ടോ. അസാനി അഷറ റബിയുൽ അവ്വൽ വരാനിരിക്കല്ലേ, ചിലപ്പോൾ ചോദ്യം അങ്ങനെ വന്നാലോ? അസാനി അഷറ റബിയുൽ അവ്വൽ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ആഷിർ മുഹറം സൗമു ആഷുറ. ഇനി നോക്ക്, ഇവിടെ മാച്ച് ചെയ്യാണ്ടല്ലോ. സഫർ എത്ര? അസാനി അഷർ, അസാനി അൽ അഷഹറു സാനി 2ാമത്തെ മാസം. റമദാൻ അഷഹറു താസി 9ാമത്തെ മാസം. ഇതെവിടുന്ന ചോദ്യം എന്ന് അറിയോ? ഇത് ഇവിടുന്നാണ്. ഇത് പഠിക്കണം. ഇത് പഠിച്ചാൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അൽ അവ്വൽ മുഹറം, അതായത് മാസങ്ങളെ പേര് ആദ്യങ്ങൾ പഠിക്കാം. മുഹറം, സഫർ, റബിയുൽ അവ്വൽ. അപ്പോൾ ഓർഡർ നിങ്ങൾക്ക് കിട്ടും. മുഹറം എന്നാണ് 1ാമത്തെ മാസമാണ്. നിങ്ങളിപ്പോൾ ജനുവരി ഫെബ്രുവരി എണ്ണുന്നില്ലേ, അതേപോലെ നിങ്ങൾക്ക് ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി നിങ്ങൾക്ക് അറിയാലോ, അതേപോലെ നിങ്ങൾക്ക് ഇത് കിട്ടണം. മുഹറം കഴിഞ്ഞാൽ സഫറാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുക? ഇതിങ്ങനെ പഠിക്കാൻ. മുഹറം, സഫർ, റബിയുൽ അവ്വൽ. അപ്പോൾ 3 അവിടെ പഠിച്ചു, സെറ്റായി. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ. അപ്പോൾ 3 6 റജബ്, ശഅബാൻ, റമളാനു, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. റജബ്, ശഅബാൻ, റമളാനു, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. റജബ്, ശഅബാൻ, റമളാനു, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. അപ്പോൾ ദുൽഹിജ്ജ എത്രാമത്തെ മാസം? 12. നമ്മൾ ഇംഗ്ലീഷ് മാസത്തിൽ ഡിസംബർ ഇല്ലേ, അതേ സ്ഥാനത്താണ് നമ്മളെ അറബി മാസത്തിൽ ദുൽഹിജ്ജ, അതായത് 12ാമത്തെ മാസം. ഫസ്റ്റ് മാസം ജനുവരി അല്ലേ, അതേപോലെ അറബി മാസത്തിൽ ഫസ്റ്റ് മാസം ഏതാണ്? മുഹറം. മുഹറം. ഓക്കെ, നോക്കുക. അപ്പൊ യൗമുൽ ജുമുഅ ഏതാ? യൗമു സാദിസ് ആണ്, 6ാമത്തെ ദിവസം. പിന്നെ അൽ ആശിറു മിൻ ദുൽഹിജ്ജ എന്താണ്? യൗമു ഈദുൽ അദ്ഹ. അവ്വലു ശുഹൂർ മുഹറം. 12 എത്രയാണ്? അസാനി അഷറ 12ാമത്തത്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ട്. ഇത് വരും, ഇതൊക്കെ വരും. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ പറയില്ലേ, ചോദ്യോത്തരങ്ങളെ വരിക. ഒന്നെന്താ? വാഹിദ് അൽ അവ്വൽ 1ാമത്തെ. 3 എന്താ പറയാ? അസ്സലാസ അസാലിസ്. ഇവിടെ എന്താ പറയണേ? 3ാമത്തെ. അടുത്ത 5. അപ്പൊ എന്താ പറയാ? ഖംസ അൽ ഖാമിസ്. അസ്സബഅ അപ്പോ സാബിഅ. 9 എന്താ പറയാ? തിസ്അ. ഇവിടെ എന്താ പറയാ? അത്താസിയ. അഹദഅശറ. അപ്പോൾ ഇവിടെ എത്ര? 11. അപ്പോൾ ഇവിടെ എത്ര വരിക? അൽ ഹാദി അഷറ. 13. അപ്പോൾ എത്ര വരിക? സലാസ അഷറ. 15 ഖംസ അഷറ. എന്താണ്? അൽ ഖാമിസ് അഷറ. ഇത് എന്തായാലും വരാൻ സാധ്യത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് വരാൻ സാധ്യത വളരെ കൂടുതൽ. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഇത് ചോദിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിക്കുക. അതായത് ഇത് തന്നാൽ ചിലപ്പോൾ ഇത് തരൂല. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടെത്തിയാൽ ഇത് കിട്ടും, സാബി ആയിരിക്കും. മനസ്സിലായി? അങ്ങനെ ഓരോന്നും പഠിക്കുക, നന്നായി പഠിക്കണം. അടുത്ത് ഇവിടെ എന്താണ് നമ്മളോട് പറയണത്? ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ അവ്വല് സാനി എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അവ്വല് സാനി സാലിസ് പഠിച്ചില്ലേ, അത് കണ്ടെത്താനാ. അന അവ്വലുൽ മുഅ്മിനീൻ. ഇതാ അവ്വലുണ്ട്. സാനിസ് നൈൻ ഇത് ഹുമാഹുല. ഏതാളുള്ളത്? സാനി ഉണ്ട്. ഇന്നല്ലാഹ സാലിസ് ഉണ്ട്. പിന്നെ സലാസത്തു റാബിഉഹും.
റാബിയ ഉണ്ട്, ഖാമിസത്ത് ഉണ്ട് അല്ലേ, പിന്നെ സാദിസ് ഉണ്ട്. അതായത് ഇതിന് അതത് തെർത്തീബി എന്നാ പറയട്ടോ. കണ്ടോ, അതത് തെർത്തീബി എന്ന് പറയാം. ഇത് അതതുൽ അസ്ലി. ആദ്യം നമ്മൾ പറഞ്ഞിട്ടില്ല, നോക്കിക്കോ. ഇത് അതതുൽ അസ്ലി, അതായത് നമ്മൾ 1 2 3 4 എണ്ണൂലേ, അതാണ് അതത് അസ്ലി. അതായത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും കാണാതെ അറിയുന്ന സംഭവം വാഹിദ് ഇസ്നാനി സലാസ് അർബാറിയിലെ, അതിനാണ് അതതുൽ അസ്ലി, അതതുൽ അസ്ലി എന്ന് പറയാം. എന്നാൽ നമ്മൾ ഇപ്പൊ പുതിയ പഠിക്കുന്നില്ല, അവല്, സാനി, സാലിസ്, റാബി, അതാണ് അതദു തെർത്തീബി. അപ്പൊ നമ്മളോട് ഖുർആൻ ആയത്ത് തന്നിട്ട് ഇതിന് അതദു തെർത്തീബി എഴുതാനാ പറഞ്ഞതെങ്കിൽ ഏതെടുക്കേണ്ടത്? അവല്, സാനി, സാലിസ്, റാബി, ഹാമിസ്, സാദിസ്, അങ്ങനെ കേട്ടോ. ഇതാണ് അതദു തെർത്തീബി. ഓക്കെ, അപ്പൊ 3 പാഠത്തിന്റെയും പ്രധാനപ്പെട്ടത് കഴിഞ്ഞു. പിന്നെ ഇൻഷാ അള്ളാഹ് എല്ലാവരും നല്ല മാർക്കോടെ പാസ്സാവട്ടെ.